ഒറ്റ സ്നാന ശുശ്രൂഷയിൽ 7752 പേർ ഒന്നിച്ച് സ്നാനമേറ്റു. അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് സംഭവം. കാലിഫോർണിയയിലെ ഹണ്ടിങ്ടൺ ബീച്ചിൽ മെയ് 3 നടന്ന ഈ മെഗാ ബാപ്റ്റിസം സർവീസിൽ 30,000-ലധികം ആളുകളാണ് കാഴ്ചക്കാരായി എത്തിയിരുന്നത്. വിപുലമായ സംഗീത പരിപാടികളും ആത്മീയ ശുശ്രൂഷകളും ആരാധനയുമൊക്കെ ഇതോടനുബന്ധമായി നടന്നു. ഹണ്ടിങ്ടൺ ബീച്ചിലെ ചൂടുവെള്ളത്തിലും പ്രത്യേകമായി ക്രമീകരിച്ച താൽക്കാലിക സ്നാനക്കുളങ്ങളിലുമായാണ് ഇത്രയധികം ആളുകൾ ഒന്നിച്ച് സ്നാനമേറ്റത്. അമേരിക്കയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മെഗാ ബാപ്റ്റിസം ഇവൻ്റായിരുന്നു ഇത്. ഓഷ്യൻ ചർച്ചിൻ്റെ സീനിയർ പാസ്റ്റർ മാർക്ക് ഫ്രാൻസിയാണ് ഈ സ്നാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിച്ചത്. ബാപ്റ്റൈസ് കാലിഫോർണിയ എന്ന പേരിൽ ഈ മെഗാ സ്നാന ശുശ്രൂഷ കഴിഞ്ഞ വർഷമാണ് ആരംഭിക്കുന്നത്. കഴിഞ്ഞ വർഷം നടന്ന ശുശ്രൂഷയിൽ 6000 പേരാണ് ഒന്നിച്ച് സ്നാനമേൽക്കുവാൻ വേണ്ടി മുന്നോട്ടിറങ്ങിയത്. ഇത്തവണ അത് 7752 സർവകാല റെക്കോർഡിട്ടിരിക്കുകയാണ്. ഇത്രയുമധികം ആളുകൾ ഒന്നിച്ച് സ്നാനപ്പെടുന്നതിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അങ്ങനെ പ്രത്യേകതകളൊന്നുമില്ല. ഇതൊരു മെഗാ സ്നാന ശുശ്രൂഷ അവർ അറേഞ്ച് ചെയ്തു. പല സഭകൾ ഒന്നിച്ചു ചേർന്നു, സ്നാനം നടത്തി എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന ക്രിസ്തീയ സഭയുടെ ഇനാഗുരൽ സെറിമണി നടന്ന ദിവസം യെരുശലേമിൽ സംഭവിച്ചത് 3000 ആളുകൾ ഒന്നിച്ച് സ്നാനപ്പെടുകയായിരുന്നു. ഇവിടെ ഇതാ അതിൻ്റെ ഇരട്ടിയിലധികം ആളുകൾ ഒന്നിച്ച് സ്നാനമേറ്റിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ സ്നാന ശുശ്രൂഷയാണിത്. 71 വയസ്സുകാരനായ ജോവാനാണ് ഈ ശുശ്രൂഷയിൽ ആദ്യമായി സ്നാനമേറ്റത്. അദ്ദേഹം കഴിഞ്ഞ 40 വർഷമായി സ്നാനപ്പെടണം, സ്നാനം ശരിയാണ് എന്ന ചിന്തയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പല കാരണങ്ങളാൽ അത് ദീർഘിച്ചുപോയി. ഒടുവിൽ തൻ്റെ 71-ാമത്തെ വയസ്സിൽ ഈ മെഗാ സ്നാന ശുശ്രൂഷയുടെ ഭാഗമായി അദ്ദേഹം സ്നാനമേറ്റു. കാലിഫോർണിയയിലെ അസൂസ സ്ട്രീറ്റിലാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ പെന്തക്കോസ്ത് ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടത്. 2 വർഷം നീണ്ടുനിന്ന വലിയൊരു ഉണർവാണ് കാലിഫോർണിയയിലെ അസൂസ സ്ട്രീറ്റിൽ ഉണ്ടായത്. ആ ഉണർവിൻ്റെ അനുബന്ധമായാണ് ലോകമെങ്ങും പെന്തക്കോസ്ത് അനുഭവം വ്യാപിക്കുന്നത്. ഇത് ചരിത്രത്തിൻ്റെ ഭാഗം. ഇപ്പോഴിത് അമേരിക്കയിലെ കാലിഫോർണിയയിൽ ആയിരക്കണക്കിന് ആളുകൾ ഒന്നിച്ച് സ്നാനമേറ്റുകൊണ്ട് ഉണർവിൻ്റെ ഒരു പുതിയ തരംഗത്തിന് ആരംഭം കുറിച്ചിരിക്കുന്നു എന്നാണ് പാസ്റ്റർ മാർക്ക് ഫ്രാൻസി ഓർപ്പിക്കുന്നത്. അമേരിക്കയോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ അവസാനിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഇത് എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. എത്ര പേർ സ്നാനപ്പെട്ടു എന്നുള്ളതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. എന്നാൽ ഈ സ്നാന ശുശ്രൂഷയിലൂടെ പ്രാദേശിക സഭകൾ ഉണർത്തപ്പെടും. ധാരാളം ആളുകൾ പ്രാദേശിക സഭകളിലേക്ക് അംഗങ്ങളായി ചേരും. ഈ സ്നാനപ്പെട്ടവരെ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ വളർച്ച പ്രാപിക്കുവാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ ലക്ഷ്യം, അദ്ദേഹം തുടർന്ന് പറയുന്നു. ഈ സ്നാന ശുശ്രൂഷ ഇവിടം കൊണ്ടും അവസാനിക്കുന്നില്ല. ബാപ്റ്റൈസ് അമേരിക്ക എന്ന പേരിൽ വരുവാൻ പോകുന്ന പെന്തക്കോസ്ത് ഞായറാഴ്ച, അതായത് ജൂൺ 8 വിപുലമായ സ്നാന ശുശ്രൂഷ നടത്തുവാനായിട്ടുള്ള ഒരുക്കത്തിലാണ് പാസ്റ്റർ മാർക്ക് ഫ്രാൻസിയുടെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനം. ഈ മെഗാ സ്നാന ശുശ്രൂഷയെക്കുറിച്ച് വിമർശനങ്ങളും ഉയരുന്നുണ്ട്. അതായത് ഇങ്ങനെ കൂട്ടമായി ആളുകൾ സ്നാനപ്പെടുന്നു, അവരിൽ പലരും മുൻപ് സ്നാനപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഒന്നിച്ച് സ്നാനപ്പെടുന്ന ആളുകൾ ഒരു മെഗാ ഇവൻറ്റിൻ്റെ ഭാഗമായി വന്ന് സ്നാനപ്പെടുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ അവരുടെ ആത്മീയ ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതിന് ഉറപ്പില്ല, അവർ ദൈവവചനം കൃത്യമായി പഠിച്ചവരല്ല എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇതിനെതിരെ ഉയരുന്നുണ്ട്. അപ്പോൾ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒത്തിരിയധികം ആളുകൾ ഒന്നിച്ച് സ്നാനജലത്തിലേക്ക് ഇറങ്ങുവാൻ തയ്യാറാകുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ നിലയിൽ അതിനെ കണക്കാക്കുന്നവരാണ് ആത്മീയ രംഗത്തുള്ള, സഭാരംഗത്തുള്ള കൂടുതൽ ആളുകളും. ഏതായാലും ജൂൺ 8 ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ സ്നാനത്തിന് വേണ്ടി ഒരുങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് സംഘാടകർ. ദൈവം സ്നാനപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാലലുയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹാലലിയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹാലലിയായിക്ക് എല്ലാ ദിവസവും
10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരും. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹാലലിയായിക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹാലലിയ പത്രം പുറത്തിറങ്ങും. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കും. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.